ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് മിൽക്ക് ഹൽവയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മിൽക്ക് ഹൽവ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, കാരണം എല്ലാവരും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഐറ്റം തന്നെയാണ്. അത് നമ്മളെങ്ങനെ വീട്ടിലുണ്ടാക്കാൻ പറ്റും എന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഹൽവ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിന് മെയിനായിട്ട് വേണ്ടത് പാലാണ്. ഞാനിവിടെ 1.5 ലിറ്റർ പാലെടുത്തിന്, അതും തിക്ക് പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. 1.5 ലിറ്റർ പാലിലേക്ക് 200 ഗ്രാം ഷുഗർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, അതിൻ്റെ ഒന്നിച്ച് തന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം, നിർബന്ധമൊന്നുമില്ല. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ് പൗഡർ, നമ്മളതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ ഫ്യൂ ഡ്രോപ്സ് ലെമൺ ജ്യൂസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ച പാല് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ള പാത്രം യൂസ് ചെയ്യാം. അതുകൂടാണ് നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യം വരില്ല, അടിക്ക് പെട്ടെന്ന് പിടിക്കില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇത് പാല് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. കുറച്ചൊരു പകുതി ആയതിനു ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് അത് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും. നമ്മളിപ്പോൾ അറിയാലോ, പാല് വറ്റി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം പകുതി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ തിക്കായിട്ടില്ല, ഇത് കണ്ടാൽ മനസ്സിലാവില്ല, നല്ല തിക്കായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയം നമ്മൾക്ക് ഇതിൽ കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഫ്യൂ ഡ്രോപ്സ് മതിയാവും. ഞാൻ ഇത് കുറച്ച് ലൈം എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ലൈം എടുത്തിട്ട് അതിൽ 1/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്, ഡയറക്റ്റായിട്ട് ചേർക്കുന്നില്ല. നമ്മളിത് പനീർ പോലെ ഉണ്ടാക്കുന്നതല്ല, ചെറുതായിട്ട് തരിതരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. ലൈറ്റായിട്ട് ഒരു തരിതരിപ്പ് പോലെ. നമ്മൾ പനീർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ലൈം ജ്യൂസോ അല്ലെങ്കിൽ വിനീഗറോ ഒക്കെ ചേർത്തിട്ടില്ലേ ചെയ്യാറ്. അപ്പോൾ നല്ല ഉരുണ്ട് വരും, ഈ പാലിൻ്റെ ഇതെല്ലാം ഉരുണ്ടത് പനീറായിട്ട് വരും. പക്ഷെ ആ ഒരളവിൽ വേണ്ട, കുറച്ച് മതി. ഇതിപ്പോൾ ഒന്നുകൂടെ കുറുകി വരുന്നതിന് കണക്കായിട്ട് നല്ല തരിതരിയായിട്ട് വരും. ഇത് ഏകദേശം ലൈറ്റ് തരിതരിയായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. വളരെ കുറച്ചേ ചേർക്കാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പനീർ പോലെ ഒരുപാട് കട്ടിയായിപ്പോൾ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ തിക്കായതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, കാരണം അടിക്ക് പിടിക്കും. ഇത് ലൈറ്റായിട്ട് എനിക്ക് എവിടെയെല്ലാം ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, കണ്ട കണ്ട യെല്ലോ കളർ, ലൈറ്റായിട്ട് യെല്ലോ കളർ. ഞാൻ ഒന്ന് കൈവിട്ടപ്പോൾ ഒന്ന് സൈഡെല്ലാം ഇതുപോലെ ഒട്ടി നിന്നിട്ടാണ്. ഈ സമയത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ലിറ്റർ പാലെടുത്തതിൽ ഏകദേശം ഞാൻ ഒരു 150 ഗ്രാം ഷുഗർ ചേർത്തിട്ടുണ്ട്. ഏകദേശം 200 ഗ്രാം തന്നെ ഷുഗർ വേണ്ടി വരും. പക്ഷെ ഞാനിവിടെ 150 ചേർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് 200 ഗ്രാം തന്നെ ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു കറക്റ്റ് മധുരമായിട്ട് വരിക. നമ്മൾ ഹൽവക്ക് ഒരു മധുരം വേണമല്ലോ, കുറച്ചൊരു മധുരത്തിൽ തന്നെയല്ലേ ഹൽവ ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഈ സമയം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനത് ഫുള്ളായിട്ട് ആ പാലിൻ്റെ ഒരു ഫ്ലേവർ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പാല് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും. നന്നായിട്ട് നമ്മൾക്കിത് കുറുക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ സമയം ഇത് കാണുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞതുപോലെയെല്ലാം തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. ഇത് നന്നായിട്ട് വറ്റി വരുമ്പോൾ നല്ല തരി പോലെ തന്നെ ഉണ്ടാവും. ഇത് ഒന്നുകൂടെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പെട്ടെന്ന് പിടിക്കും. പാല് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടിക്ക് പെട്ടെന്ന് പിടിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നമ്മളൊന്ന് അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഒരു നുള്ളു മാത്രം. ഇത് വീണ്ടും നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സമയം ഞാൻ കുറച്ച് ഏലക്കായ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ് പൗഡറിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാൻ ചേർക്കണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മളിത് വറ്റി വരുന്നതിന് കണക്കായിട്ട് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് കാണിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത. ഇതിന് മുമ്പേ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. ആ സമയം വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യിൽ മുഖത്തെല്ലാം തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യിൻ്റെ അളവ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇതിൽ കുടിച്ചിട്ടുണ്ട്. വീണ്ടും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കുന്നുണ്ട്. ടോട്ടൽ 2 ടേബിൾ സ്പൂണാണ് ഞാൻ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നത്.
ഇതിപ്പോൾ വീണ്ടും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നുമുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വരണം. കാരണം നമ്മളിത് കൈ കൊണ്ട് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലേ, ഈ ഇതുപോലെ ഒട്ടിപ്പിടിക്കാണ്ട് നമ്മൾ കൈ തൊട്ടാൽ കൈ പ്ലെയിൻ ആയിട്ട് തന്നെ ഒന്നും ഒട്ടാത്ത വിധത്തിൽ തന്നെ ഉണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. എന്താ വെള്ളമൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ ഇതുണ്ട്. നമ്മൾ ഫസ്റ്റ് തൊടുമ്പോഴും നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതിന് ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിവിടെ ഒരു ടിന്നെടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നെടുത്താൽ മതി, പക്ഷെ ചെറുത് വേണം. നമ്മൾ ഇതുപോലെ ഇത്ര ഹൈറ്റിൽ അകലോ ഇതുപോലെ ഉണ്ടാവണം, ഹൈറ്റ് ഉണ്ടാവണം. നമ്മളിപ്പോൾ മൈസൂർ പാക്കെല്ലാം ഒരു ഹൈറ്റിലുണ്ടാവില്ല, ആ ഒരു അളവിലാണ് നോർമലായിട്ട് മിൽക്ക് ഹൽവ കട്ട് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ അകലം നോക്കിയിട്ട് വേണം പാത്രം എടുക്കാൻ. അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ബർഫിയൊക്കെ ഉണ്ടാവില്ലേ, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടില്ല പോലെ അതുപോലെ ഉണ്ടാവുക. അത് നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആ ഒരു രീതി അങ്ങനെയാണ്. അപ്പം ഞാനിവിടെ ഈ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാനിത് ഒരു സൈഡിൽ മാത്രം ആക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് അളവ് കുറവാണ്. ഞാനിപ്പോൾ ഒരു വലിയൊരു ട്രേയിൽ ആക്കേണ്ട അളവിലില്ല. അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ മാത്രം ആക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് അതിൻ്റെ മേലെ ഭാഗത്തിലൊന്ന് ഷേപ്പ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് വേണ്ടതെങ്കിൽ അതുപോലെ ഫുള്ളായിട്ട് പാത്രത്തിൽ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്താലും മതിയേ. അപ്പം ഞാനിത് ഇവിടെ ഒരു പാത്രം കൊണ്ട് ഇതുപോലെ മൂടി വെക്കുന്നുണ്ട്. നിങ്ങളതിൽ ഈ പാത്രത്തിന് ഇതിന് തന്നെ ഈ ടിന്നിനെ തന്നെ മൂടിയുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട, കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്താൽ മതി. ലൈറ്റായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അങ്ങനെ മൂടിയാൽ മതി. ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിന്. അതിന് ശേഷം ഞാനിവിടെ ഒരു ടവൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ കവർ ചെയ്ത് വെക്കാൻ കാരണം ഇതിലെ ചൂട് ഇതിൽ തന്നെ നന്നായിട്ട് തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കളർ കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ ടൈമിൽ സെറ്റായി കിട്ടും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പം നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് നോർമൽ ഹൽവ പോലെ അതിൻ്റെ ടെക്സ്ചറിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നോർമൽ ഹൽവ കുറച്ച് സോഫ്റ്റ് ആയിട്ട് അതുപോലെ ഉണ്ടാവുക. പക്ഷെ ഇത് കുറച്ചുകൂടെ നമ്മളിപ്പം ചാക്കുമ്പോൾ കുറച്ച് ചുയി ആയിട്ടില്ല പോലെ ഉണ്ടാവില്ലേ, നമ്മളിപ്പം ബബിൾ ഗം ഒക്കെ ചാക്കുന്ന പോലെ ഇങ്ങനെ ഇതുണ്ടാവില്ലേ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇതുപോലെ ഇപ്പം മിൽക്ക് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം മൈസൂർ പാക്ക് പോലെ മുറിച്ചിന് ഞാൻ ആ ഷേപ്പിൽ മുറിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഉൾഭാഗം കണ്ട ഒരു ഡാർക്ക് ഷെയ്ഡും അതിൻ്റെ പുറംഭാഗം ലൈറ്റ് ഷെയ്ഡും അതുപോലെ ഉണ്ടാവും. നമ്മൾ ഏകദേശം മൈസൂർ പാക്കിൻ്റെ ആ ഒരു കളർ തന്നെ ഉണ്ടാവും. ഉൾഭാഗത്ത് ഡാർക്കും പുറമേ ലൈറ്റും അതുപോലെ. പക്ഷെ അതിൻ്റെ ടേസ്റ്റോ ടെക്സ്ചറിലെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടാണ്. നമ്മളിത് കഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. പക്ഷെ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.